ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ LED ചെയ്യാറുണ്ട്. പ്രൊഫൈൽ LED ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ LED നമ്മൾ കണക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഏരിയയിൽ കോർണറിൽ വരുന്ന ജിപ്സം ബോർഡ് ഉണ്ട്. ജിപ്സം ബോർഡിന് സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് ഇടിഞ്ഞു വീഴാനും ഭാവിയിലേക്ക് അത് നശിച്ച് താഴേക്ക് ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്നാണ് ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോർണറിൽ നമ്മൾ ജിപ്സം ബോർഡിൻ്റെ തന്നെ ഈ ജിപ്സം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അതായത് വാൾ സീലിങ്ങിൽ തന്നെ 4 ലൈറ്റ്സുകളാണ് ലൈറ്റ്സുകൾ നമ്മൾ സാധാരണ സീലിംഗ് ലൈറ്റ്സുകൾ 4 സ്ക്വയറിൽ കൊടുത്തു. അതിൻ്റെ 4 സൈഡിൽ സ്ക്വയറിലായിട്ട് തന്നെ ഷേപ്പിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രൊഫൈലിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ഉള്ളിൽ കാണാൻ പറ്റും, അതിൻ്റെ അകത്ത് 4 ചാനൽ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ട, അതായത് ഈ പ്രൊഫൈലിൻ്റെ ഒരു സൈഡിൽ ഒരു ചാനൽ, അതിന് സെൻറ്ററിൽ ആ കോർണർ, അതായത് ഷേപ്പ് വരുന്ന സ്ഥലത്ത് 2 സ്ഥലം കൂടി യോജിക്കുന്ന സ്ഥലത്ത് ഒരു ചാനൽ, അതിന് തൊട്ടുപുറത്ത് ഒരു ചാനൽ. ഈ ചാനലിലാണ് നമ്മൾ പ്രൊഫൈൽ LEDയുടെ അതിൻ്റെ ബീഡിങ് വരുന്നുണ്ട്, ചാനൽ വരുന്നുണ്ട്. പ്രൊഫൈൽ LEDക്ക് ചാനൽ വരുന്നുണ്ട്. ആ ചാനൽ നമ്മൾ ഡ്രിൽ ചെയ്ത് അല്ലെങ്കിൽ സെൽഫ് സ്ക്രൂ കൊടുത്ത് ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തില്ലെങ്കിൽ, ഇത്രയും ചാനൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജിപ്സം ബോർഡ് ആ കോർണർ വരുന്ന സ്ഥലം കണ്ടോ, ആ കോർണർ വരുന്ന സ്ഥലങ്ങളിൽ വെറുതെ ഒറ്റ ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഒറ്റ സപ്പോർട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ കുറേ നാൾ ചെയ്യുന്ന സമയത്ത് ആ ജിപ്സം ബോർഡിൻ്റെ മൂല ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വലിയ പ്രശ്നമില്ല. അതായത് വലിയ ലെങ്ത്ത് കൂടുന്ന പ്രൊഫൈൽ LED ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക. കാരണം പ്രൊഫൈൽ കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ജിപ്സത്തിൻ്റെ മൊത്തത്തിലുള്ള പിടുത്തം വിടും. അതായത് ചിലപ്പോൾ പ്രൊഫൈൽ LED മൊത്തത്തിൽ സ്ക്വയറായിട്ടായിരിക്കും ചെയ്യുന്നത്. സ്ക്വയറായിട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലുള്ള ജിപ്സത്തിൻ്റെ പിടുത്തം വിട്ടതിന് ശേഷം ആ ഒരൊറ്റ പീസായിട്ട് ആ ജിപ്സത്തിൻ്റെ നമ്മൾ ചാനൽ അടിച്ചതിൻ്റെ അതിലായിരിക്കും തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അകത്ത് ശരിക്കും ചാനലിട്ട് ചെയ്യേണ്ടി വരും. അതായത് പ്രൊഫൈൽ LED അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഫൈൽ LED നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ആ ജിപ്സം ബോർഡിൽ ചെയ്യുന്ന ആളോട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം സപ്പോർട്ട് കാര്യങ്ങൾ കൂടുതൽ ചെയ്തില്ലെങ്കിൽ ഒരു 2 വർഷമോ 3 വർഷമോ കഴിയുന്ന സമയത്ത് നമ്മുടെ സീലിംഗ് താഴേക്ക് പൊട്ടി വീഴാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ LED നമ്മൾ ആദ്യമേ തീരുമാനിച്ചു, അതിനുവേണ്ടി സപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പ്രൊഫൈൽ LED വർക്ക് ചെയ്യുന്നത് DC വോൾട്ട് 12 വോൾട്ടിലാണ് DC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ SMPSO നമുക്ക് അടുത്ത് തന്നെ കൊടുക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സീലിങ്ങിൽ ലൈറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ക്വയറായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. ആ സ്ക്വയർ ചെയ്തിരിക്കുന്ന അതിൻ്റെ മുകളിലായിട്ട്, അതായത് ആ ലൈറ്റിടും അതിൻ്റെ ബാക്ക് സൈഡും ആയിട്ട് നമ്മൾ സീലിങ്ങിൽ ആ ജിപ്സത്തിൻ്റെ മുകളിൽ തന്നെ പറയുന്ന SMPSO കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് അതിൽ നിന്നുള്ള DC വോൾട്ടേജ് നേരെ 12 വോൾട്ട് DC വോൾട്ടേജ് ഈ പ്രൊഫൈൽ LEDയുടെ ഓരോ പ്രൊഫൈൽ LEDകൾക്ക് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊഫൈൽ LEDക്ക് ഒട്ടും തന്നെ അഡാപ്റ്റർ വയ്ക്കാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അത് കൂടി ശ്രദ്ധിച്ചിട്ട് വേണം പ്രൊഫൈൽ LED അടിക്കുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്ക് കാണാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടും സർവീസിന് എളുപ്പമായിട്ട് രീതിയിലും വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൊഫൈൽ LED എത്ര വാട്ട്സ് കാര്യങ്ങളൊക്കെ ഇടുമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലെങ്തി വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ടാണ് 1 മീറ്റർ ഏകദേശം എത്ര വാട്ട്സ് എടുക്കുമ്പോൾ എത്ര ആംബിയറുള്ള അഡാപ്റ്ററുകളാണ് നമുക്ക് സാധാ LED സ്ട്രിപ്പിനെ അപേക്ഷിച്ച് പ്രൊഫൈൽ LEDക്ക് കൊടുക്കണമെന്ന് അറിയാൻ താല്പര്യം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും പഠിക്കരുത്, ഷെയർ ചെയ്യാനും പഠിക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.